ചില ദിവസം എന്താന്നറിയില്ല, വല്ലാണ്ട് അങ്ങോട്ട് മടിയായിരിക്കും. ഈ മടിയുള്ള ദിവസങ്ങളിലായിരിക്കും ഏറ്റവും കൂടുതൽ എന്തെങ്കിലും കഴിക്കാനും തോന്നാം. ഇന്നങ്ങനെ മടിച്ചിരുന്നപ്പോഴാ ഒരു ഏഷ്യാഡ് കഴിക്കാൻ തോന്നിയ. നാട്ടിലായിരുന്നല്ലേ വല്ല കടയിലും പോയി കഴിക്കായിരുന്നു. ഇതിപ്പോ കൊതി വന്നു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കണം. അങ്ങനെയൊന്ന് ഞാനും ഉണ്ടാക്കി. നമ്മൾ ഇടുക്കിക്കാരുടെ സ്വന്തം ഏഷ്യാഡ് അഥവാ കപ്പ ബിരിയാണി, അതുപോലൊരു സാധനം. ഞങ്ങൾ ഇടുക്കിക്കാരുടെ ഏഷ്യാഡ് ഇങ്ങനൊന്നും അല്ല കേട്ടോ. ബീഫിൽ കുറച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയും പിന്നെ വറുത്തു പൊടിച്ച മസാലയും കുറച്ച് ഉപ്പും കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിരുമും. എന്നിട്ട് ഒരു അരമണിക്കൂർ മാറ്റി വെച്ചതിന് ശേഷം കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കും. ഇനി മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ട് വേവിച്ച കപ്പയിലേക്ക് തേങ്ങയുടെ അരപ്പ് ചേർത്ത് നല്ലപോലെ കുഴച്ചടച്ച് ബീഫും കൂടെ കൂട്ടി മിക്സ് ചെയ്യും. ഇനി കപ്പയിൽ അരപ്പ് ചേർത്തില്ലെങ്കിൽ അവസാനം തേങ്ങ കുറച്ച് വറുത്തു വിടും. അവസാനം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കടുക് പൊട്ടിച്ച് വത്തലമുളക് ഉള്ളിയും കറിവേപ്പിലയും കൂടെ മൂപ്പിച്ചും കൂടി ഇടാം. ഇങ്ങനെ ഇത് പല സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. ഇവിടെ ഉള്ളി മേടിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ നാട്ടിൽ 4 ചുരിദാർ ഞാൻ മേടിക്കും. അതുകൊണ്ട് ഇന്ന് ഉള്ളിക്ക് പകരം ഉള്ളി അരിയുന്ന പോലെ സവാള അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ പറയാണ്ടിരിക്കുക ഭേദം, ഉള്ള മസാല മൊത്തം തട്ടിക്കൂട്ടാം. ഇവിടെ പാക്കറ്റ് കിട്ടുന്ന ചിരകിയ തേങ്ങയാവട്ടെ വറുത്തിട്ടൊട്ട് മൊരിയുന്നുമില്ല. എല്ലാം പോട്ടെ, കപ്പയാണേലൊന്നും കുഴയുന്നു കൂടിയില്ല. അവസാനം എന്തൊക്കെയോ കാണിച്ച് ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. തൽക്കാലത്തേക്കുള്ള ഒരു കുഞ്ഞാശ്വാസം. ഇങ്ങനെയുള്ള സമയത്താ ശരിക്കും ഞാൻ എന്റെ നാട് മിസ് ചെയ്യുന്നത്.